അള്ളാഹുവിന്റെ ഒരു താക്കീത് വന്നിട്ടുള്ള, അള്ളാഹുവിന്റെ ശാപം വന്നിട്ടുള്ള, അള്ളാഹുവിന്റെ കോപം വന്നിട്ടുള്ള ആ തരത്തിലുള്ള തിന്മകൾ എന്തുണ്ടോ അതെല്ലാം കബീറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാ വദ്ദവാ എന്ന കിതാബിൽ കഴിഞ്ഞ ദർസിൽ നമ്മൾ പാപങ്ങളെ 4 ഇനങ്ങളായി വേർതിരിച്ചതാണ് പറഞ്ഞത്. അവസാനത്തിൽ പാപങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ 4 ഇനങ്ങളുടെ കീഴിലായിട്ട് വരുന്നവയാണ്. ഏതൊക്കെയാണ് 4 എണ്ണം പറഞ്ഞത്? മലക്കിയ്യത്ത്, വശൈത്താനിയ, സബ്ഉയ്യ, ബഹീമിയ്യ. ഈ 4 എണ്ണമാണ് പറഞ്ഞത്. മലക്കിയ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റുബൂബിയത്തിനോട് സാമ്യതപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന, സ്വന്തത്തിൽ അവൻ ആ രീതിയിൽ ഞാൻ അഹങ്കരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ വലിയൊരാളാണെന്ന നിലക്ക് ചിന്തിക്കുന്ന ആ നിലക്കുള്ള കാര്യങ്ങൾ, അത് ഷിർക്കിലേക്ക് എത്തുന്ന ഷിർക്കിന്റെ കാര്യങ്ങളാണ്, ഷിർക്കിന്റെയും കുഫറിന്റെയും കാര്യങ്ങളാണ്. രണ്ടാമത്തേത് ശൈത്താനിയത്തായ തിന്മകൾ എന്ന് പറഞ്ഞാൽ അസൂയ, പക, വിദ്വേഷം, അതുപോലെ ചതി, വഞ്ചന, തിന്മക്ക് കൽപ്പിക്കുക, നന്മ വിരോധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. മൂന്നാമത്തേത് സബ്ഉയ്യ. സബ്ഉയ്യ എന്ന് പറഞ്ഞാൽ അക്രമവാസനയിലുള്ള, രക്തം ചീന്തുക, ശത്രുത വെക്കുക, ഉപദ്രവങ്ങൾ ഉണ്ടാവുക, കോപിക്കുക, ദുർബലരുടെ മേലെ അധികാരം കാണിക്കുക, ഈ നിലക്കുള്ള ആക്രമിക്കുന്ന തരത്തിലുള്ള തിന്മകൾ. നാലാമത്തേത് ബഹീമിയ. ബഹീമിയ എന്ന് പറഞ്ഞാൽ മൃഗതുല്യമായിട്ടുള്ള ഇച്ഛകൾ തീർക്കാൻ, വയറിന്റെയും ഗുഹ്യസ്ഥാനത്തിന്റെയും, അങ്ങനെ വ്യഭിചാരം, പലിശ, അതുപോലെ ദേഹേച്ഛകളുടെ തിന്മകൾ. എന്നിട്ട് അവസാനിപ്പിച്ചത് ബഹീമിയത്തായിട്ടുള്ള, മൃഗതുല്യമായിട്ടുള്ള തിന്മകളാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. അത് പിന്നീട് സബ്ഉയ്യ, അക്രമതരത്തിലുള്ളതാകും, പിന്നീട് ശൈത്താനിയത്തിന്റെ ആകും, പിന്നീട് അവസാനം മലക്കിയായിട്ടുള്ള ഷിർക്കിലേക്കും കുഫറിലേക്കും എത്തും. ഒരാൾ ആലോചിച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാക്കാൻ സാധിക്കും, പാപങ്ങളാണ് ഷിർക്കിലേക്കും കുഫറിലേക്കും ഒരാളെ നയിക്കുന്ന പ്രധാന ഘടകം. ഇവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അടുത്തത് ഇനി പറയുന്നത് പാപങ്ങളെ വേറൊരു തരത്തിൽ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാണ്, വേർതിരിക്കുകയാണ്. അദ്ദുനൂബു കബായിർ വസഗായിർ. വൻപാപങ്ങൾ, ചെറുപാപങ്ങൾ എന്ന നിലക്ക് 2ആയിട്ട് വേർതിരിക്കുന്നതാണ് അടുത്തതായി പറയുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വഖദ് ദല്ലൽ ഖുർആനു വസ്സുന്ന വഇജ്മാഉ സ്വഹാബ വത്താബിഈൻ ബഅദഹും വൽ അഇമ്മ അലാ അന്ന മിനദ് ദുനൂബി കബായിർ വസഗായിർ. ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്വഹാബകളുടെയും താബിഈങ്ങളുടെയും എല്ലാം ഇജ്മാഉ കൊണ്ടും ദീനിൽ അറിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്, പാപങ്ങൾ 2 ഇനമുണ്ട്, വൻപാപങ്ങളുമുണ്ട്, ചെറുപാപങ്ങളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തു നിസായിലെ 31-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു. നിങ്ങളോട് വിരോധിച്ചിട്ടുള്ള വൻപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നുകഫിറു അൻകും സയ്യിആതികും, നിങ്ങളുടെ മറ്റുള്ള തിന്മകൾ അത് അല്ലാഹു തആല പുറത്തു നൽകുന്നതാണ്, ബാക്കിയുള്ള നന്മകളെ കൊണ്ട് അത് ഒഴിവാക്കി തരുന്നതാണ്. വനുദ്ഖിലുകും മുദ്ഖലൻ കരീമ, മാന്യമായിട്ടുള്ള പ്രവേശനത്തിലൂടെ നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതുമാണ് എന്ന് പറഞ്ഞു. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? ആദ്യം അല്ലാഹു തആല പറഞ്ഞു, വൻപാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിന്മകൾ മായ്ച്ചു കൊടുക്കും, അല്ലെങ്കിൽ പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? തിന്മകൾ, വൻപാപങ്ങളുമുണ്ട്, അതല്ലാത്തവയുണ്ട് എന്ന് മനസ്സിലായി. അതുപോലെ സൂറത്തു നജ്മിലെ 32-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മ വൽ ഫവാഹിഷ ഇല്ലൽ ലമം. വൻപാപങ്ങൾ ഒഴിവാക്കുന്നവരാണ് അവർ, അതുപോലെ വൻപാപത്തിൽപ്പെടുന്ന മ്ലേച്ഛതകൾ, ഇല്ലൽ ലമം, മറ്റു ചില തിന്മകൾ ഒഴികെ. വൻപാപങ്ങളായിട്ടും പറഞ്ഞു, മറ്റു ചില തിന്മകളായിട്ടും പറഞ്ഞു. ഇനി ഹദീസുകളിൽ തിന്മകളെ 2ആയി വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഹീഹ് മുസ്ലിമിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലവാതുൽ ഖംസ്, 5 വഖ്ത് നിസ്കാരം, വൽ ജുമുഅതു ഇലൽ ജുമുഅ,
ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരെ ജുമഅ നിസ്കാരം, റമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, അഥവാ 5 വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവനും ജുമഅ കൃത്യമായി നിർവഹിക്കുന്നവനും റമളാനിൽ കൃത്യമായി നോമ്പ് നോൽക്കുകയും മറ്റുള്ള ഇബാദത്തുകളും ചെയ്യുന്നവരുമാണെങ്കിൽ അതിനിടയിലുള്ളത് നിസ്കാരങ്ങളുടെ ഇടയിൽ, അതുപോലെ ജുമഅയുടെ ഇടയിൽ, അതുപോലെ റമളാന്റെയും ഇടയിൽ മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന ഇദ് ജ്തുനിബത്തിൽ കബായിർ, അതിന്റെ ഇടയിൽ അവന് സംഭവിക്കുന്ന തിന്മകൾക്കുള്ള കഫാറത്താണത്. ആ തിന്മകളെ മായ്ച്ചു കളയുന്ന പരിഹാര മാർഗങ്ങളാണത്. ഇദ് ജ്തുനിബത്തിൽ കബായിർ, വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ. അപ്പോ ഇതുകൊണ്ട് എന്താണ് ഒഴിവാവുക? ചെറിയ പാപങ്ങൾ ഒഴിവാകുമെന്ന് പറഞ്ഞു, വൻപാപങ്ങൾ വേറെയുണ്ട്, അത് ഇതുകൊണ്ട് മാത്രം ഒഴിവാകില്ല എന്നും പറഞ്ഞു. വഹാദിൽ അഅമാലുൽ മുകഫിറത്തു ലഹാ 3 ദറജാത്ത്. ഇനി ഈ നന്മകൾ, പിന്നെ തിന്മകളെ മായ്ച്ചു കളയുന്ന നന്മകൾ 3 ദറജകളിലാണ്. 3 ദറജകളിൽ ഒന്നാമത്തേത് അൻ തഖ്സുറ അൻ തക്ഫീരിസ് സഗായിർ ലിളഅഫിഹാ വളഅഫിൽ ഇഖ്ലാസ് ഫീഹാ വൽഖിയാം ബിഹുഖൂഖിഹാ. അത് ഏത് തരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നന്മകൾ ഇപ്പോൾ ഒരാൾ 5 വക്ത് നിസ്കാരം നിർവഹിക്കുന്നുണ്ട്, ജുമഅ നിർവഹിക്കുന്നുണ്ട്, അത് ആ തിന്മയുടെ അളവിനെ ഒന്ന് കുറക്കുള്ളൂ, പൂർണ്ണമായിട്ട് മായ്ക്കൂല. ആ തിന്മയുടെ ചെയ്തു പോയ തിന്മകളുടെ അളവിനെ ഒന്ന് കുറക്കും. കാരണം ഇവൻ ചെയ്ത ഈ നന്മകളിൽ പല കുറവുകളും ഉണ്ടാവും. ഇഖ്ലാസിന്റെ കുറവുണ്ടാവും, ആ നന്മ ചെയ്യുന്ന രീതിയിൽ കുറവുണ്ടാവും, നിസ്കരിക്കുമ്പോഴുള്ള വീഴ്ചകൾ ഉണ്ടാവും. അതുകൊണ്ട് പക്ഷേ അവന്റെ ചെയ്ത തിന്മകളിൽ ഒരു കുറവ് സംഭവിക്കും, പക്ഷെ പൂർണ്ണമായിട്ട് ഒരിക്കലും മായ്ക്കപ്പെടുകയില്ല. രണ്ടാമത്തേത് അൻ തുഖായുമസ് സഗായിർ, അത് പിന്നെ ചെറിയ പാപങ്ങളോട് ഒപ്പം നിൽക്കുന്നതായിരിക്കും. ഇവന്റെ ഈ നന്മകൾ ചെറിയ പാപങ്ങളോട് ഒപ്പം നിൽക്കുന്നതായിരിക്കും. വൻപാപങ്ങൾക്ക് അതൊന്നും ബാധിക്കൂല. അതായത് ഈ നന്മകൾ ചില ആളുകളുടെ തിന്മകളുടെ ആധിക്യം കൊണ്ടും നന്മകളുടെ കുറവ് കൊണ്ടും തിന്മകളെ കുറച്ച് കുറക്കുന്നുള്ളൂ, പൂർണ്ണമായിട്ട് മായ്ച്ചു കളയില്ല. മറ്റു ചിലത് ചെറിയ പാപങ്ങളെ കഫാറത്ത് കൊണ്ട് ഈ നന്മകൾ കൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ടാവും, പക്ഷെ വൻപാപത്തിൽ നിന്നൊന്നും കുറയില്ല, വൻപാപം അതുപോലെ തന്നെ ഉണ്ടാകും. മൂന്നാമത്തേത് അൻ തഖ്വാ അലാ തക്ഫീരിസ് സഗായിർ, ഇവൻ ചെയ്ത ഈ നന്മകൾ അത് ഇഖ്ലാസോട് കൂടി ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് അവന്റെ ചെറിയ തിന്മകൾ പൂർണ്ണമായി മായ്ച്ചു കളയുക മാത്രമല്ല, വതബ്ഖാ ഫീഹാ ഖുവ്വത്തുൻ തുകഫറു ബിഹാ ബഅദുൽ കബായിർ, ചില വൻപാപങ്ങൾക്ക് പകരമാകാൻ മാത്രം ഒരു ഖുവ്വത്ത് അവന് കിട്ടും. ചില വൻപാപങ്ങൾ പുറത്തു കിട്ടാൻ അതിനു മാത്രം നന്മ ചെയ്യാനും തൗബ ചെയ്യാനുള്ള ശക്തി അവന് കിട്ടും. അപ്പൊ ഈ 3 ദർജയിലാണ് ഈ നന്മകൾ തിന്മകളെ ഒഴിവാക്കുക. ചിലത് കുറയ്ക്കുകയുള്ളൂ, ചിലത് പൂർണ്ണമായി മായ്ക്കും, ചിലത് പൂർണ്ണമായി മായ്ക്കാന്ന് മാത്രമല്ല കബായിറുകളെ ഒഴിവാക്കാൻ വരെ സഹായകമാകുന്ന രീതിയിലായിരിക്കും എന്ന് കാണാം. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, ഫതഅമ്മൽ ഹാദാ ഫഇന്നഹു യുസീലു അൻക ഇഷ്കാലാത്തിൻ കസീറ. നീ താഴെ കൊടുക്കുന്ന ഹദീസുകൾ നീ ഒന്ന് ശരിക്കും ആലോചിച്ച് മനസ്സിലാക്കുക, നിനക്ക് കുറെ സംശയങ്ങൾ അതുകൊണ്ട് ഒഴിവായി കിട്ടും. അതായത് വൻപാപങ്ങളും ചെറുപാപങ്ങളും എന്നുള്ള ഈ ക്ലാസിഫിക്കേഷൻ. വഫി സഹീഹൈൻ, സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, നിങ്ങൾക്ക് ഞാൻ വൻപാപങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യങ്ങൾ അറിയിച്ചു തരട്ടെയോ? ഖുൽനാ ബലാ യാ റസൂലല്ലാഹ്, സഹാബികൾ പറഞ്ഞു അതേ റസൂലേ. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. ഏറ്റവും വലിയ പാപം എന്താണ്? അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്, ശിർക്കാണ്. രണ്ടാമത്തേത് വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലാണ്. അള്ളാഹുവിനോടുള്ള കടമ കഴിഞ്ഞാൽ സൃഷ്ടികളിൽ ഒരു മനുഷ്യന് ഏറ്റവും കടമയും ബാധ്യത ആരോടാണ്? ഉമ്മാനോട് ഉപ്പാനോടാണ്. അതിലേറ്റവും ഉള്ളത് ഉമ്മാനോടാണ്. ആ ഉമ്മാനെയും ഉപ്പാനെയും ബുദ്ധിമുട്ടിച്ചാൽ അത് വൻപാപമാണ്. മൂന്നാമത്തേത് വശഹാദത്തു സൂർ, കള്ളസാക്ഷ്യം വഹിക്കലാണ്. കള്ളസാക്ഷ്യം, അവന് യാതൊരു ഇതുമില്ലാത്ത വിഷയത്തിൽ കള്ളസാക്ഷ്യം വഹിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോ ഇത് വൻപാപങ്ങളായിട്ട് പ്രത്യേകം എണ്ണി പറഞ്ഞതാണ്. അതുപോലെ തന്നെ സഹീഹൈൻ ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇജ്തനിബു അസ്സബ്അൽ മൂബിഖാത്ത്, 7 വൻപാപങ്ങളെ നശിപ്പിക്കുന്ന കൊടും ക്രൂരമായിട്ടുള്ള വൻപാപങ്ങളെ നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഖീല വമാ ഹുന്ന യാ റസൂലല്ലാഹ്, ചോദിക്കപ്പെട്ടു റസൂലേ ഏതെല്ലാമാണ് ആ കാര്യങ്ങൾ? ഖാല, അപ്പൊ പറഞ്ഞു അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. എല്ലാ പാപങ്ങളുടെയും ഏറ്റവും ഗൗരവമുള്ളത് ശിർക്ക് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കും. രണ്ടാമത്തേത് പറഞ്ഞു അസ്സിഹർ, സിഹർ ചെയ്യലാണ്, അല്ലെങ്കിൽ സിഹർ ചെയ്യിപ്പിക്കലാണ്.
3 വഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധപ്പെടുത്തിയിട്ടുള്ള നഫ്സുകളെ കൊല്ലുക ഒരു ഹഖിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. എന്താണ് ഒരാളെ കൊല്ലാൻ മുസ്ലിമായിട്ടുള്ള ഒരാളെ കൊല്ലാനുള്ള ഹഖ് എന്താണ്? 3 എണ്ണാണ്. ഒന്നെങ്കിൽ അവൻ വിവാഹിതനായിട്ട് വ്യഭിചരിക്കണം, അല്ലെങ്കിൽ അവൻ മറ്റൊരാളെ കൊന്നതിന് പകരമായിരിക്കണം, അല്ലെങ്കിൽ അവൻ കുഫറിലായിട്ട് പോകണം, ദീനിന്ന് പുറത്തു പോകണം. ഈ 3 എണ്ണം ഉണ്ടെങ്കിലാണ് മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയെ വധിക്കാൻ അനുവാദമുള്ളത്. അതല്ലാതെ വധിക്കുക അത് ഭരണാധികാരിക്കാണ്. വാക്കിലു മാലിൽ യതീം, യതീമിന്റെ സമ്പത്ത് ഭക്ഷിക്കൽ, യതീമിന്റെ സമ്പത്ത് ഭക്ഷിക്കൽ. വാക്കിലു റിബ, പലിശ തിന്നൽ. വതവല്ലി യൗമ സഹഫ്, യുദ്ധ സന്ദർഭത്തിൽ ജിഹാദിന്റെ സന്ദർഭത്തിൽ പിന്തിരിഞ്ഞോടൽ, ജിഹാദിന് മുന്നിൽ നിന്നിട്ട് യാതൊരു കാരണവുമില്ലാതെ അതിന് പിന്തിരിഞ്ഞ് പിന്നോട്ടോടൽ. വഖദ്ഫുൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്, മുഅ്മിനത്തായിട്ടുള്ള ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഹലാലായ രീതിയിൽ മാത്രം തന്റെ ആ ശാരീരിക ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന അഥവാ വിവാഹത്തിലൂടെ അങ്ങനെ ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഖദ്ഫ് പറയൽ, വ്യഭിചാരോപണം പറയൽ, ഈ കാര്യങ്ങൾ 7 വൻപാപങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എണ്ണിപ്പഠിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ സഹീഹൈനിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യു ദംബി അഅ്ളമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗൗരവമുള്ള തിന്മ ഏതാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത ദുഊ ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹു നിന്നെ സൃഷ്ടിച്ചു എന്നിരിക്കെ നീ അല്ലാഹുവിന് പകരക്കാരൻ ഉണ്ടാക്കലാണ്. പിന്നെ ചോദിച്ചു സുമ്മ അയ്യു, പിന്നെ എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതഖ്തുല വലദക മഖാഫത അയ്യതഅ മഅക, നിന്റെ ഒപ്പം ഭക്ഷണം കഴിക്കുമെന്നുള്ളത് കൊണ്ട് നീ നിന്റെ മകനെ കൊല്ലലാണ്, മക്കളെ കൊല്ലലാണ്. സുമ്മ അയ്യു, വീണ്ടും ചോദിച്ചു, അൻ തുസാനി ഹലീലത ജാരിക്, നിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചരിക്കലാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് പിന്നെ അല്ലാഹു തആല സൂറത്ത് ഫുർഖാനിലെ ആയത്ത് ഏതാണ്? വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. ഈ 3 കാര്യങ്ങളും ശിർക്ക്, കൊലപാതകം, വ്യഭിചാരം, അത് പാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമുള്ളതായിട്ട് പഠിപ്പിച്ചു. അപ്പോ എന്ത് മനസ്സിലായി? ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും അതുപോലെ സഹാബികളുടെ ഇജ്മാ കൊണ്ടെല്ലാം തിന്മകൾ 2 തരത്തിലുണ്ട്, വൻപാപങ്ങളുണ്ട്, ചെറിയ പാപങ്ങളുണ്ട് എന്ന് മനസ്സിലായി. അത് ചിലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് മാത്രമാണോ വൻപാപങ്ങളുമായിട്ടുള്ളത്? അല്ലെങ്കിൽ എങ്ങനെയാണ് തിന്മകളെ വൻപാപങ്ങളായിട്ടും ചെറിയ പാപങ്ങളായിട്ടും വേർതിരിക്കാൻ സാധിക്കുക? അതാണ് അടുത്ത് പറയുന്നത്. വഖ്തലഫ അന്നാസ് ഫിൽ കബായിർ ഹൽ ലഹാ അദദുൻ യഹ്സുറുഹാ. ഉലമാക്കൾക്കിടയിൽ, മുസ്ലിം സമൂഹത്തിനിടയിൽ അഥവാ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ഖിലാഫുള്ള വിഷയമാണ് കബായിറുകൾ അത് കൃത്യമായ ഒരു എണ്ണം ഉണ്ടോ, എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. 2 അഭിപ്രായമാണ് പ്രധാനം. സുമ്മല്ലദീന ഖാലു ബിഹസ്രിഹാ ഇഖ്തലഫു ഫി അദദിഹാ, ചില ആളുകൾ അത് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്, എണ്ണി തിട്ടപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്, ചില എണ്ണത്തിൽ ചില വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹിയ അർബഉൻ, അത് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അസ്സബഉൻ, അത് 7 ആണെന്ന് പറഞ്ഞു. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം 9 ആണ്. അതുപോലെ മറ്റു ചിലർ 11 ആണ്, അതുപോലെ 70 ആണ് എന്ന് പറഞ്ഞു കാണാം. സലഫുകളിൽപ്പെട്ട അബൂ താലിബ് അൽ മക്കി അദ്ദേഹം പറയുന്നുണ്ട്, ജമഅതുഹ മിൻ അഖ്വാലിസ് സഹാബ, സഹാബികളുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ആ വൻപാപങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തി. ഫവജദ്തുഹ അർബഅതൻ ഫിൽ ഖൽബ്, അതിൽ ഞാൻ കണ്ടെത്തി 4 എണ്ണം ഖൽബുമായി ബന്ധപ്പെട്ട വൻപാപങ്ങളാണ്, ഖൽബുമായി ബന്ധപ്പെട്ടത്. വഹിയ, അത് ഏതൊക്കെയാണ്? അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിലുള്ള ശിർക്ക്. 2 വൽ ഇസ്റാറു അലൽ മഅസിയ, തിന്മകളിൽ തുടർന്നുകൊണ്ടേയിരിക്കുക, തൗബയില്ല, ഇസ്തിഗ്ഫാറുല്ല, ഒന്നുമില്ലാതെ തിന്മയിൽ മുഴുകിക്കൊണ്ടിരിക്കുക. വൽ ഖുനൂത് മിൻ റഹ്മത്തില്ലാഹ്, 3-ാമത്തേത് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുക. 4 വൽ അംനു മിൻ മക്രില്ലാഹ്, അല്ലാഹു തന്റെ മേലെ നടത്തുന്ന തന്ത്രം അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ വരും അതിനെ തൊട്ട് നിർഭയനാവുക. ഈ 4 എണ്ണം ഖൽബുമായി ബന്ധപ്പെട്ട വൻപാപങ്ങളാണെന്ന് പറഞ്ഞു. വ അർബഅതുൻ ഫിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള വൻപാപങ്ങൾ വേറെ 4 എണ്ണമാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഷഹാദത്തു സൂർ, 1 കള്ളസാക്ഷ്യം, 2 വഖദ്ഫുൽ മുഹ്സനാത്ത്, ചാരിത്രശുദ്ധിയുള്ള ഒരു സ്ത്രീയെ വ്യഭിചാരോപണം നടത്തുക, 3 അൽ യമീനുൽ ഖമൂസ്, കള്ള സത്യം ചെയ്ത് പറയുന്നത് കള്ളമായിട്ട് പറയുക, 4 അസ്സിഹർ, സിഹർ. സിഹർ പറഞ്ഞാൽ പഠിക്കുന്ന, അത് പ്രാവർത്തികമാക്കുന്നതിൽ നാവ് കൊണ്ടുള്ള കുറെ പരിപാടികളുണ്ട്, അതുകൊണ്ടാണ് ഇതിലെണ്ണിയത്.
മൂന്നെണ്ണം വസലാസത്തും ഫിൽ ബത്ൻ, പിന്നെയുള്ള മൂന്നെണ്ണം അത് വയറുമായി ബന്ധപ്പെട്ടതാണ്. ഷുർബുൽ ഖംർ, മദ്യപിക്കുക. വാക്കുലു മാലിൽ യതീം, യതീമിന്റെ സമ്പത്ത് ഭക്ഷിക്കുക. വാക്കുലു റിബ, പലിശ തിന്നുക. വസ്നതാന ഫിൽ ഫർജ്, ഗുഹ്യസ്ഥാനവുമായി ബന്ധപ്പെട്ട രണ്ട് വൻപാപങ്ങളാണ്. വഹുമ അസ്സിന, ഒന്ന് അസ്സിന വ്യഭിചാരം സ്ത്രീയുമായിട്ട്. രണ്ട് വല്ലിവാദ് സ്വവർഗരതി. വസ്നതാനി ഫിൽ യദൈൻ, രണ്ട് കൈകൾ കൊണ്ടുള്ള വൻപാപങ്ങൾ രണ്ടെണ്ണമാണ്. വഹുമ അൽ ഖത്ലു വസ്സരിഖ, കൈകൾ കൊണ്ട് ഒരാളെ കൊല്ലൽ അല്ലെങ്കിൽ കട്ടെടുക്കൽ, കളവ് നടത്തൽ. വവാഹിദത്തുൻ ഫിൽ റിജ്ലൈൻ, രണ്ട് കാലുകൾ കൊണ്ടുള്ള ഒരു വൻപാപമാണ്. വഹിയൽ ഫിറാർ മിന അസ്സഹ്, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടലാണ്. വവാഹിദത്തുൻ തതഅല്ലഖു ബിജമീഇൽ ജസദ്, ഒരെണ്ണം ശരീരത്തിന്റെ എല്ലാ ഭാഗം കൊണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വഹിയ ഉഖൂഖുൽ വാലിദൈൻ, അത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലും ഉപദ്രവിക്കലുമാണ്. ഇങ്ങനെ വൻപാപങ്ങളെ വേർതിരിച്ചു പറഞ്ഞത് കാണാം സഹാബികളുടെ ഖൗലുകളുടെ അടിസ്ഥാനത്തിൽ. ഇനി ചില ആളുകൾ എണ്ണം തിട്ടപ്പെടുത്തി പറഞ്ഞിട്ടില്ല. ഇന്നതാണ് അല്ലെങ്കിൽ ഇത്ര എണ്ണമാണ് വൻപാപങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല. അവർ ചില കാര്യങ്ങൾ, ചില കായികകളുടെ അടിസ്ഥാനത്തിലാണ് വൻപാപങ്ങളും ചെറിയ പാപങ്ങളും വേർതിരിക്കാറ് എന്ന് പറഞ്ഞു കാണാം. വല്ലദീന ലം യഹ്സുറുഹാ ബിഅദദിൻ, എണ്ണം തിട്ടപ്പെടുത്താത്ത ആളുകൾ പറഞ്ഞു. മിൻഹും മൻ ഖാല, അവരിൽ പറഞ്ഞവരുണ്ട് കുല്ലു മാ നഹല്ലാഹു അൻഹു ബിൽ ഖുർആൻ ഫഹുവ കബീറത്തുൻ. അവരുടെ ഖായിദ പ്രകാരം ചില പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു ഖുർആനിൽ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എന്താണ്? വൻപാപങ്ങളാണ്. വമാ നഹാ അൻഹു റസൂൽ ഫഹുവ സഗീറത്തുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളുടെ വിരോധിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ചെറുപാപങ്ങളുമാണ്. അങ്ങനെ വേർതിരിച്ചവരുണ്ട്. വഖാല ത്വായിഫ, മറ്റു ചിലർ പറഞ്ഞു മഖ്തറന ബിന്നഹി അൻഹു വഈദൻ മിൻ ലഅനിൻ ഔ ഗളബിൻ ഔ ഖൂദബത്തിൻ ഫഹുവ കബീറത്തുൻ. അള്ളാഹുവിന്റെ ഒരു താക്കീത് വന്നിട്ടുള്ള, അള്ളാഹുവിന്റെ ശാപം വന്നിട്ടുള്ള, അള്ളാഹുവിന്റെ കോപം വന്നിട്ടുള്ള ആ തരത്തിലുള്ള തിന്മകൾ എന്തുണ്ടോ അതെല്ലാം കബീറത്താണ്. അപ്പൊ അള്ളാഹു ശപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ദീന് ശപിക്കപ്പെട്ടതാണ്, അള്ളാഹു കോപിക്കുന്നുണ്ട് എന്നൊരു തിന്മയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കബീറത്താണ്. വമാ ലം യഖ്തരിൻ ബിഹി ശൈഉൻ മിൻ ദാലിക ഫഹുവ സഗീറത്തുൻ. ഇങ്ങനെ ശാപമോ കോപമോ ഒന്നും ഒപ്പം പറയാത്ത കാര്യങ്ങൾ അത് ചെറുപാപങ്ങളാണ്. വഖീല, മറ്റു ചിലർ പറഞ്ഞു കുല്ലു മാ തറത്തബ അലൈഹി ഹദ്ദുൻ ഫിദ് ദുനിയ ഔ വഈദുൻ ഫിൽ ആഖിറ ഫഹുവ കബീറത്തുൻ. ദുനിയാവിൽ ഹദ്ദ് പറഞ്ഞിട്ടുള്ള, അഥവാ ഒരു തിന്മക്ക് പിടിക്കപ്പെട്ടാൽ ആ തിന്മക്ക് ഭരണാധികാരി ഇന്ന ശിക്ഷ നടപ്പിലാക്കണം എന്ന് ഹദ്ദ് നിർണയിച്ചിട്ടുള്ള, അതുപോലെ പരലോകത്ത് താക്കീത് ചെയ്യപ്പെട്ടുള്ള തിന്മകൾ ഉണ്ടാവും. ആ തിന്മകൾക്ക് എന്താണ്? കബീറത്താണ്, വൻപാപങ്ങളാണ്. വമാ ലം യുറത്തബ് അലൈഹി ലാ ഹാദാ വലാ ഹാദാ ഫഹുവ സഗീറത്തുൻ. ദുനിയാവിൽ ഹദ്ദ് പറഞ്ഞിട്ടുമില്ല, വൻപാപത്ത് പരലോകത്ത് താക്കീത് ചെയ്തിട്ടില്ല, അങ്ങനത്തെ തിന്മകൾ സഗീറത്തുകളാണ്. ആ രീതിയിൽ ക്ലാസിഫൈ ചെയ്ത ആളുകളുണ്ട്. മറ്റൊരു ചില പറഞ്ഞു കുല്ലു മത്തഫഖത്തി ശറാഇ വലാ തഹ്രീമിഹി ഫഹുവ മിനൽ കബായിർ. ശരീഅത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പിന്നെ വ്യക്തമായി ഹറാം എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വൻപാപങ്ങളാണ്. വമാ കാന തഹ്രീമുഹു ഫീ ശരീഅത്തിൻ ദൂന ശരീഅത്തിൻ ഫഹുവ സഗീറത്തുൻ. എന്നാൽ ശരീഅത്തിൽ വ്യക്തമായി ഹറാം എന്ന് പറയാത്ത കുറെ തിന്മകളുണ്ട്. വ്യക്തമായിട്ട് അത് ആ രീതിയിൽ ഹറാമാണ് എന്ന നിലയ്ക്ക് വ്യക്തമായി പറയാത്തത് അത് സഗീറത്തുകളാണെന്ന് പറഞ്ഞു കാണാം. മറ്റു ചിലർ പറഞ്ഞു കുല്ലു മാ ലഅന അല്ലാഹു വറസൂലുഹു ഫാഇലഹു ഫഹുവ കബീറത്തുൻ. അള്ളാഹും റസൂലും ഇന്ന പ്രവർത്തനം ചെയ്താൽ അത് പിന്നെ ശാപമുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് വൻപാപമാണ്. മറ്റു ചിലർ പറഞ്ഞു ഹിയ കുല്ലു മാ ദുകിറ മിൻ അവ്വലി സൂറത്തിൻ നിസാ ഇലാ ഖൗലിഹി. സൂറത്തുൻ നിസായിൽ പറഞ്ഞിട്ടുള്ള തിന്മകൾ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സൂറത്തുൻ നിസായിലാണ് നാം നേരത്തെ പറഞ്ഞ ആയത്ത്, വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ മറ്റുള്ളത് പുറത്തുവരും. അപ്പൊ സൂറത്തുൻ നിസായിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വൻപാപങ്ങളാണെന്ന് പറഞ്ഞു കാണാം. എന്നിരുന്നാലും ഈ നിലക്ക് ചില കായികകളുടെ അടിസ്ഥാനത്തിൽ വൻപാപങ്ങളെയും ചെറുപാപങ്ങളെയും വേർതിരിച്ചിട്ടുണ്ട്. ഇനി ചില പണ്ഡിതന്മാർ അവർ വൻപാപങ്ങളെയും ചെറുപാപങ്ങളെയും വേർതിരിച്ചിട്ടില്ല. എല്ലാ പാപങ്ങളും അത് വൻപാപങ്ങളാണ് എന്ന നിലക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്? അവർ പറയുന്നത് ഈ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെയല്ല. അവർ പറയാനുള്ള കാരണം അവർ ആരെയാണ് ധിക്കരിച്ചിട്ടുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അഥവാ ചെറുതാവട്ടെ വലുതാവട്ടെ അവൻ ചെയ്ത തിന്മ ആരോട് കാണിച്ചിട്ടുള്ള ധിക്കാരമാണ്? അള്ളാഹുവിനോട് കാണിച്ചിട്ടുള്ളതാണ്. ആ അള്ളാഹുവിന്റെ ഗൗരവവും അള്ളാഹുവിന്റെ അളമത്തും മനസ്സിലാക്കിക്കൊണ്ട്
അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് പാപങ്ങളെ ഗൗരവത്തിൽ എണ്ണിയ എല്ലാ പാപങ്ങളും വൻപാപങ്ങളുടെ അതേ ദർജയിൽ വരുന്ന ഗൗരവമുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും കാണാൻ സാധിക്കും. നമുക്കറിയാം, പലരും പറഞ്ഞിട്ടുണ്ട്, ഫലാ യൻദുറുൽ അബ്ദു ഇലാ കിബ്രി ദംബി വസഗ്രിഹി ഫീ നഫ്സിഹി. ഒരു അടിമ അവന്റെ ആ ഒരു തിന്മ അത് നിസ്സാരമായി കാണാൻ പാടില്ല. വലാകിൻ യൻദുറു ഇലാ ഖദ്രി മൻ അസാഹു. അവൻ നോക്കേണ്ടത് എന്തിലേക്കാണ്? അവൻ ധിക്കരിച്ചത് ആരെയാണ്? ആ ധിക്കരിച്ച ആളുടെ ഖദറിനെ, വഅളമതിഹി, അല്ലാഹുവിന്റെ ആ മഹത്വത്തെ, അതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അപ്പൊ ആരെ ധിക്കരിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ പാപങ്ങളെല്ലാം ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും കാണാം. കാരണം ഒരാൾ ഇപ്പൊ ഒരു ഉദാഹരണം കൊടുക്കുകയാണ്, ഫൈന മലിക്കൻ മുതാഅൻ അദീമൻ, ഒരു വലിയ രാജാവ്, അനുസരിക്കപ്പെടേണ്ട ഒരു രാജാവ്, ലൗ അമറ അഹദ മംലൂകിഹി അൻ യദ്ഹബ ഫീ മുഹിമ്മത്തിൻ ലഹു ഇലാ ബലദിൻ ബഈദ്. ഒരാളെ, തന്റെ ഒരു ജോലിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു വേറൊരു നാട്ടിൽ പോയിട്ട് ഒരു പണിയെടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് വേറൊരാളോട് പറഞ്ഞു അവന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു പണി എടുക്കണം എന്ന് പറഞ്ഞു. ആ രണ്ടുപേരും അയാൾ കൽപ്പിച്ചത് ചെയ്തിട്ടില്ല എങ്കിൽ ആ ധിക്കാരത്തിൽ എന്താണ്? അവര് ഒരേപോലെയാണ്, കൽപ്പന ചെയ്തിട്ടില്ല എന്നുള്ള. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് 200 ദിർഹം പണമുണ്ട്, അതിന് സക്കാത്ത് കൊടുക്കുന്നില്ല. ഒരാൾക്ക് 2 ലക്ഷം ദിർഹം പണമുണ്ട്, അയാൾ സക്കാത്ത് കൊടുക്കുന്നില്ല. അപ്പൊ നമുക്ക് തോന്നുമ്പോ 2 ലക്ഷം ദിർഹം ഉള്ളവൻ സക്കാത്ത് കൊടുത്താണ് കൂടുതൽ ഗൗരവം നമുക്ക് ചിന്തിക്കുമ്പോൾ തോന്നും. യഥാർത്ഥത്തിൽ രണ്ടുപേരും ചെയ്യാത്തൊരു കാര്യം എന്താ? സക്കാത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതാ. സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ മേലെ ബാധ്യത. അത് അള്ളാഹുവിനോടുള്ള ബാധ്യത, അതവർ ചെയ്തിട്ടില്ല. ഇവർക്ക് എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതല്ല. അപ്പോ അവര് ആ ചെയ്യുന്ന തിന്മ അള്ളാഹുമായിട്ട് നോക്കുമ്പോൾ എല്ലാ തിന്മകളും ഗൗരവമുള്ളതാണെന്ന പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ദീനിന്റെ അടിസ്ഥാന പ്രകാരം തിന്മകൾ 2 തരത്തിലുണ്ട്, കബായിറും സഗായിറും ഉണ്ട്. ചെറിയ പാപങ്ങൾ അവന്റെ നന്മകൾ കൊണ്ട്, നിസ്കാരം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും സ്വതക്ക കൊണ്ടും നോമ്പ് കൊണ്ടും ബാക്കിയുള്ള ദിക്റുകൾ കൊണ്ടെല്ലാം പൊറുക്കപ്പെടുന്ന കാര്യങ്ങളാണ് ചെറിയ പാപങ്ങൾ. വൻപാപങ്ങൾ പക്ഷേ ചിലപ്പോൾ അവന്റെ നന്മകൾ കൊണ്ട് വൻപാപത്തിന്റെ ഗൗരവം ഒന്ന് കുറഞ്ഞാലും പൂർണ്ണമായി ഒഴിവായി കിട്ടില്ല. അത് ഒഴിവായി കിട്ടണമെങ്കിൽ തൗബത്തുൻ നസൂഹ, ആ തിന്മ അവസാനിപ്പിച്ച് അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങി ഖേദമുണ്ടായി ഇനി അതിലേക്ക് മടങ്ങില്ല എന്ന് ഉറപ്പിച്ച് മടങ്ങിയാൽ മാത്രമേ വൻപാപങ്ങളിൽ നിന്ന് അവന് തുറവി ലഭിക്കുകയുള്ളൂ, ഒഴിവാകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഇനി അടുത്ത വിഷയം, അഥവാ ഈ തിന്മകളെ പറ്റിയെല്ലാം പറഞ്ഞിട്ട് ഇനി എന്താണ് ഒരു മനുഷ്യൻ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി അവൻ പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ തിന്മയുടെ ഗൗരവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിന്മകളിലേക്ക് എത്തിപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളാണ് ചർച്ച. അതിൽ ആദ്യം പറയുന്ന വിഷയം ഖലഖല്ലാഹുൽ ഖൽഖ ലിതൗഹീദിഹി വഇബാദതിഹി വഹ്ദ. എന്തിനാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യന് നമ്മളൊക്കെ എന്തെങ്കിലും തിന്മയിൽ അകപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? നമ്മളിവിടെ ജീവിക്കുന്നതുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. നമ്മൾ തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരാൾ വ്യഭിചരിക്കുന്നുണ്ട്, ഒരാൾ കള്ളു കുടിക്കുന്നുണ്ട്, ഒരാൾ കൊലപാതകം നടത്തുന്നുണ്ട്, കട്ടെടുക്കുന്നുണ്ട്, അവനത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അടിസ്ഥാന കാരണം എന്താ? അവനിവിടെ ജനിച്ചു, അവനിവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് അറിയാത്ത ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്താലും എന്താ? ഒരാൾക്ക് അറിയില്ല ഞാനിവിടെ എന്തിനാ ജീവിക്കുന്നത്, ഞാൻ എന്തിനാ വന്നിട്ടുള്ളത്. ഇപ്പൊ ഒരു നാട്ടിൽ നമ്മൾ ഒരാളെ ജോലിക്ക് പറഞ്ഞേക്കാണ്, അയാൾക്കൊരു വലിയ കൊട്ടാരവും തോട്ടവും ഇതെല്ലാം കൊടുത്തു. എന്നിട്ട് അവനെ കൊണ്ടുപോയി അവിടെ നിർത്തി. അവനോട് പറഞ്ഞിട്ടില്ല എന്തിനാ ചെയ്യേണ്ടത് എന്നുള്ളത്, എന്തിനാ അവിടെ വന്നിട്ടുള്ളത് അവനോട് പറഞ്ഞിട്ടില്ല, ഒന്നും അറിയില്ല. അവനെന്ത് ചെയ്യാ? അവനെന്തും ചെയ്യാ. അവനെന്തെങ്കിലും ചെയ്ത് ആക്ഷേപിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ എന്തിനാണ് ഇവിടെ വന്നത് എന്നറിയാതെ ഒരാളോട് ഒരു തിന്മ ഒഴിവാക്കാൻ പറഞ്ഞാൽ അയാൾ ചോദിക്കും, ഞാൻ എന്തിനാ അത് ഒഴിവാക്കേണ്ട ആവശ്യം എന്താ? ഞാൻ ഇന്നെ ചെയ്യേണ്ട ആവശ്യം എന്താ? അത് അവർക്ക് മനസ്സിലാക്കണം. അതാണ് ഏറ്റവും അടിസ്ഥാനം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സൃഷ്ടിച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്, അവനെ മാത്രം തൗഹീദിന് വേണ്ടിയിട്ടാണ്. അതാണ് അടുത്ത മസ്അല. വകശ്ഫുൽ ഗതായ അൻ ഹാദിഹിൽ മസ്അലത യുഖാൽ. ഈ ഒരു മസ്അലയുടെ ആ വെളിച്ചം അത് കിട്ടണം, അത് മൂടി നിൽക്കുന്നത് ഒഴിവായി കിട്ടണമെന്ന് പറഞ്ഞാണ് ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല അർസല റുസുലഹു വ അൻസല കുതുബഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുകളെ അയച്ചതും കിതാബുകളെ ഇറക്കിയതും വഖലഖ അസ്സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ചതും ലിയുഅറഫ വയുഅബദ വയുവഹദ വയകൂന അദ്ദീനു കുല്ലുഹു ലില്ലാഹ്. എന്തിനു വേണ്ടിയിട്ടാ? ലിയുഅറഫ, അല്ലാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്. വയുഅബദ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. വയുവഹദ, അവനെ ഏകനാക്കാൻ വേണ്ടിയിട്ടാണ്.
വയകൂന അദ്ദീനു കുല്ലുഹു ലില്ലാഹ്, ദീൻ അല്ലാഹുവിന് വേണ്ടി മാത്രം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. വത്താഅതു കുല്ലുഹാ ലഹു, എല്ലാവിധ അനുസരണവും അല്ലാഹുവിന് വേണ്ടി മാത്രമാകാനാണ്. വദ്ദഅവതു ലഹു, അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ സൂറത്തുൽ ദാരിയാത്തിലെ 56-ാമത്തെ ആയത്ത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും നാളെ വിചാരണ ചെയ്യപ്പെടുന്ന 2 വർഗങ്ങളാണിത്. ഒരുപാട് വർഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മലക്കുകളുണ്ട്, ജിന്നുണ്ട്, മനുഷ്യനുണ്ട്. ഇനി മൃഗങ്ങളെ നോക്കുകയാണെങ്കിൽ ഓരോ തരത്തിലുള്ള മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മത്സ്യങ്ങളുണ്ട്. ഇതിൽ ആരാ വിചാരണ ചെയ്യപ്പെടുന്ന ആ കൂട്ടർ ആര് മാത്രമാണ്? മലക്കുകളെ വിചാരണ ചെയ്യോ? ഇല്ല. ജിന്നുകളെയും മനുഷ്യരെയും മാത്രമാണ് വിചാരണ ചെയ്യപ്പെടുക. അപ്പൊ ഈ 2 വർഗത്തെ സൃഷ്ടിച്ചിട്ടില്ല എന്തിനു വേണ്ടിയിട്ടല്ലാതെ? എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ. സൂറത്തുൽ ഹിജ്റിലെ 85-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമാ ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു ഈ ആകാശഭൂമികളെയും അതിന്റെ ഇടയിലുള്ളതിനെയും ഒരു ഹഖ്, ഒരു ഉദ്ദേശം കൊണ്ടല്ല സൃഷ്ടിച്ചിട്ടില്ല. അതുപോലെ സൂറത്തു ത്വലാഖിലെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുൻ. അല്ലാഹു 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ്, അതുപോലെ 7 ഭൂമികളെ സൃഷ്ടിച്ചവനാണ്. എന്തിനാണ് ആ സൃഷ്ടി നടത്തിയത്? അതുപോലെ തന്നെ യതനസ്സലുൽ അംറു ബൈനഹുൻ, അതിന്റെ ഇടയിൽ ഈ 7 ആകാശത്തിലും 7 ഭൂമിയിലും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മാത്രമാണ് കാര്യങ്ങൾ നടക്കുന്നത്. അള്ളാഹുവാണ് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത്. എന്തിനാണ് അള്ളാഹു ഇത് ഒരുക്കിയത്? അള്ളാഹു പറയാണ്, ലിതഅലമു, ലാമു തഅലീൽ എന്ന് പറയും അതിന്, നിങ്ങൾ അറിയാൻ, അതിനു വേണ്ടി കാരണത്തെ അറിയിക്കുന്ന ലാമു എന്നാ പറയാ. ലിതഅലമു, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. അന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിലും കഴിവുള്ളവനാണ് നിങ്ങൾ മനസ്സിലാക്കണം. വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, അള്ളാഹുവിന്റെ അറിവ് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിനെ കുറിച്ച് അറിയുക, ഒരാൾ അള്ളാഹുവിനെ അറിയുന്നവനാണ് എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അറിയോ? അവൻ അള്ളാഹുവിന്റെ കഴിവും അറിവും എത്ര ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ കഴിവിനെയും അള്ളാഹുവിന്റെ അറിവിനെയും യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്ന് അള്ളാഹു പറയാണ്. അതുപോലെ തന്നെ വേറെയും ധാരാളം ആയത്തുകൾ ഈ അർത്ഥത്തിൽ കാണാൻ സാധിക്കും. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, فأخبر سبحانه أن القصد بالخلق والأمر أن يعرف بأسمائه وصفاته. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ അറിയിക്കുന്ന കാര്യം, അള്ളാഹു സൃഷ്ടിയും അതിനിടയിലുള്ള തീരുമാനവും നടപ്പിലാക്കുന്നത് അവന്റെ നാമങ്ങളും വിശേഷണങ്ങളും അറിയാനാണ്. ഇത് വലിയൊരു കാര്യമാണ്. നമ്മുടെ നാടുകളിൽ പൊതുവെ ആളുകൾക്ക് വീഴ്ച വന്നൊരു കാര്യമാണ്. അള്ളാഹു തആല ഇവിടെ സൃഷ്ടിയും തീരുമാനവും നടപ്പിലാക്കിയത് അവന്റെ അസ്മാവുകളും സിഫാത്തുകളും മനസ്സിലാക്കാനും പഠിക്കാനുമാണ്. രണ്ടാമത്തതോ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ അവനെ ആരാധിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആളുകൾ നീതിപൂർവം അവന്റെ ശരീഅത്തനുസരിച്ച് ഇവിടെ നടപ്പിലാക്കാനാണ്. ആകാശഭൂമികൾ നിലനിൽക്കുന്ന ആ നീതിപൂർവമായ രീതിയിൽ ഇവിടെ ജീവിക്കാനാണ്. അല്ലാഹു തആല സൂറത്തുൽ ഹദീദിൽ പറഞ്ഞു, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്, നാം റസൂലുകളെ അയച്ചു വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ, അവരിലേക്ക് കിതാബും കൊടുത്തു, മീസാനും കൊടുത്തു, ഒരു ത്രാസും കൊടുത്തു. എന്താ ത്രാസ്? ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്, നീതിപൂർവമായിരിക്കണം ആളുകളുടെ ഇടയിലുള്ള കാര്യം. ദീനിന്റെ എല്ലാ കാര്യവും നോക്കി, ഇത്രയും അതിലുള്ള, ഇത്രയും ഖിസ്തുള്ള ഒരു ദീൻ ഉണ്ടാവില്ല. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അവന്റെ ശരീരം പകുതി വെയിലത്തും പകുതി തണലിലുമായിട്ട് കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഒരു ചെരിപ്പിട്ട് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ഹദീസുകളെ വിശദീകരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ നീതിയെ അറിയിക്കുന്നതാണത്. കാരണം എന്താണ്? അത് ഒന്നിന് ഒരു ശരീരത്തിന്റെ ഒരു ഭാഗമാണെങ്കിൽ പോലും ഒന്നിനൊരു തരത്തിലും മറ്റേതിന് വേറൊരു തരത്തിലും ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമിന്റെ എന്ത് നിയമമെടുത്താലും പൂർണ്ണമായ നീതി നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് പറയാണ്, ഫഖ്ബറ സുബ്ഹാനഹു അന്നഹു അർസല റുസുലഹു വഅൻസല കുതുബഹു ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത് വഹുവൽ അദ്ൽ വമിൻ അഅ്ളമിൽ ഖിസ്തി അത്തൗഹീദ്. അല്ലാഹു തആല റസൂലുകൾ ഇറക്കിയതും കിതാബുകൾ ഇറക്കിയതും എല്ലാം ഈ നീതിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഏറ്റവും വലിയ നീതി എന്ന് പറഞ്ഞാൽ തൗഹീദാണ്. ഒരു സംശയവുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏറ്റവും വലിയ നീതി എന്താണ്? തൗഹീദാണ്.
നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിച്ച് നമുക്ക് ഈ ഭൂമിയിൽ നമ്മെ പറഞ്ഞയച്ച് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഉമ്മാന്റെ ഗർഭപാത്രത്തിനകത്താവട്ടെ പുറത്താവട്ടെ എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്ന അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നതാണ് തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനേക്കാൾ വലിയ നീതി എന്താ ഉള്ളത്? വേറെ ആള് പറയാണ് അല്ല, അള്ളാഹുവിനെ അല്ല, അള്ളാഹു അയച്ച ഒരു റസൂലിനെയാണ് ആരാധിക്കേണ്ടത്, അല്ലെങ്കിൽ കല്ലിനെയാണ്, മരത്തിനെയാണ്, വേറെന്തിനെങ്കിലുമാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞാലോ അതെന്ത് വലിയ അനീതിയാണ്. ഏറ്റവും വലിയ നീതി തൗഹീദാണ്. നീതിയുടെ ഏറ്റവും ഉന്നതമായ ഭാഗമാണ്. എന്നാൽ ഈ തൗഹീദിനെതിരായിട്ട് അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ മറ്റാർക്കെങ്കിലും വകവെച്ച് കൊടുത്താൽ അത് ദുൽമാണ്. കാരണം അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ലുഖ്മാനിൽ, ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് എന്നുള്ളത് ഏറ്റവും വലിയ അക്രമമാണ്. കാരണം അത്രയും വലിയൊരു അക്രമമല്ല, ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടുള്ള ഒരു കാര്യം വേറൊരാൾക്ക് വകവെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അക്രമമാണ്, അത് ഏറ്റവും വലിയ അനീതിയുമാണ് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു അക്ബറുൽ കബായിർ, തിന്മകളിൽ വെച്ച് ഏറ്റവും വലിയ തിന്മ അത് ശിർക്കാണ് എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ ഈ കാര്യം നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്തിനാ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത്. ഈ ബോധമില്ലാതെ ഒരാൾക്ക് അള്ളാന്റെ കൽപ്പന അനുസരിക്കാൻ പറ്റൂല. നമ്മൾ നമ്മുടെ കുട്ടികളിലൊക്കെ, നമ്മൾ വളരുന്ന നമ്മുടെ മക്കളിലൊക്കെ ആദ്യം പഠിപ്പിക്കേണ്ടത് ഈ കാര്യമാണ്, തൗഹീദാണ്. നിസ്കാരത്തിന് മുമ്പേ, വുദൂഇന് മുമ്പേ, ഖുർആനിന് മുമ്പേ തൗഹീദിന്റെ പാഠങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. എന്നാലേ ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് പൂർണ്ണമായ മനസ്സോടുകൂടി ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. കാരണം എന്തിനാണ് സൃഷ്ടിക്കുന്നതെന്ന് അറിയാതെ അവനോട് നിസ്കരിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാക്കുക? ഈ കാര്യങ്ങൾ നിസ്കരിക്കാൻ ആ പ്രായത്തിൽ കൽപ്പിക്കണം. പക്ഷെ ഈ കാര്യങ്ങൾ തൗഹീദിന്റെ പാഠങ്ങൾ ആദ്യത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് നമുക്കറിയാം. ആ ഹദീസ് എന്താണ്? നമ്മൾ ചിന്തിച്ച് അത്ഭുതപ്പെട്ടു പോകും. കാരണം ഒരു 19-60 വയസ്സായ ഒരാൾക്ക് മനസ്സിലാക്കേണ്ട, അയാൾക്കേ ചിന്തിച്ചാൽ പോലും ശരിക്ക് പിടിയിട്ടാത്ത ദീനിന്റെ പ്രധാനപ്പെട്ട അള്ളാഹുവിൽ അങ്ങേയറ്റം വിശ്വാസം ഉറക്കുന്ന വാക്കുകൾ 10 വയസ്സിന് താഴെയുള്ള കുട്ടിയോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പല സംഭവങ്ങളും കാണാം. അപ്പൊ തൗഹീദിന്റെ പാഠങ്ങൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം. ഇബ്നു ഖയ്യിം പറയാണ്, ഫതഅമ്മൽ ഹാദൽ അസ്ല ഹഖ്ഖ തഅമ്മുൽ, നിങ്ങൾ ഈ അടിസ്ഥാനം യഥാർത്ഥ രൂപത്തിൽ ചിന്തിക്കണം. വഅതബിർ ബിഹാ തഫാസീലഹു തഅരിഫ് ബിഹി ഹിക്മത അഹ്കമിൽ ഹാകിമീൻ, അത് അതിന്റെ എല്ലാവിധ ഭാഗങ്ങളിലൂടെയും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ അഹ്കമുൽ ഹാകിമീനായ അള്ളാഹുവിന്റെ ഹിക്മത്ത് എനിക്ക് ബോധ്യപ്പെടും. വഅലമിൽ ആലിമീൻ, ഏറ്റവും ഇൽമുള്ളവരിൽ ഏറ്റവും ഇൽമുള്ളവന്റെ, ഫീമാ ഫറദഹു അലാ ഇബാദി, അള്ളാഹു എന്താണ് അടിമകളോട് കൽപ്പിച്ചിട്ടുള്ളത്, വഹറമഹു അലൈഹിം, അള്ളാഹു എന്താണ് വിരോധിച്ചിട്ടുള്ളത്, വതഫാവുത മറാത്തിബിത് തആഅതി വൽ മആസി, അള്ളാഹുവിനുള്ള അനുസരണത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളും അള്ളാഹുവിനുള്ള തിന്മയുടെ വ്യത്യസ്ത അവസ്ഥകളും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം തൗഹീദ് ഉണ്ടെങ്കിലേ മറ്റെല്ലാ കാര്യവും റെഡിയാവുള്ളൂ. തൗഹീദ് ഇല്ലാതെ ഒരാളുടെ മറ്റൊരു കാര്യവും റെഡിയാവുകയില്ല. എന്നിട്ട് ഈ ഫസ്ൽ അവസാനിപ്പിക്കുന്നത്, ഫലമ്മാ കാന ശിർകു ബില്ലാഹി മുനാഫിയൻ ബിദ്ദാതി ലിഹാദൽ മഖ്സൂദ് കാന അക്ബറുൽ കബായിർ അലൽ ഇത്ലാഖ്, ഈ ഒരു ലക്ഷ്യത്തിന്റെ, സൃഷ്ടിപ്പിന്റെ ഈ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിനോട് തന്നെ എതിരാകുന്നത് കൊണ്ടാണ് ഷിർക്ക് അക്ബറുൽ കബായിർ ആയിട്ടുള്ളത്. വഹറമല്ലാഹുൽ ജന്ന അലാ കുല്ലി മുശ്രിക്, അതുകൊണ്ടാണ് എല്ലാ മുശ്രിക്കിന്റെയും മേലെ സ്വർഗം ഹറാമായിട്ടുള്ളത്. വഅബാഹ ദമഹു വമാലഹു വഅഹ്ലഹു ലിഅഹ്ലി തൗഹീദ് വഅയ്യത്തഖിദുഹും അബീദൻ ലഹും, എന്തായി തൗഹീദിന്റെ ആളുകൾക്ക് ഷിർക്കിന്റെ ആളുകളുടെ സമ്പത്തും അതുപോലെ അവരുടെ സ്വത്തും അവരുടെ കുടുംബവും അനുവദനീയമായത്. അഥവാ യുദ്ധ സന്ദർഭങ്ങളിൽ ഒരു മുസ്ലിമിനായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അവന്റെ സമ്പത്ത് മറ്റൊരു മുസ്ലിം എടുക്കാൻ പറ്റുമോ? യുദ്ധ സന്ദർഭത്തിൽ പറ്റില്ല. ഹലാലാവോ? ഗനീമത്തായിട്ട് ഹലാലാവോ? ഇല്ല. അവന്റെ കുടുംബമോ അവന്റെ മക്കളോ അടിമകളായിട്ട് എടുക്കാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ അതേസമയം ഷിർക്കിന്റെ ആളുകളുമായിട്ടാണ് ഇസ്ലാമിക രാജ്യത്തിന് കീഴിൽ, ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിൽ യുദ്ധം നടക്കുന്നതെങ്കിൽ ആ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ അവന്റെ സമ്പത്തിന് അനുവദനീയമാണ്, അവനെ വധിക്കാവുന്നതാണ് യുദ്ധത്തിൽ. അതുപോലെ തന്നെ അവന്റെ കുടുംബമാവട്ടെ സന്താനങ്ങളായിട്ട് അടിമകളായിട്ട് മാറുന്നതാണ്. ലമ്മാ തറകുൽ ഖിയാമ ബിഉബൂദിയതിഹി, അവർക്ക് ആ അവസ്ഥ വരാനുള്ള കാരണം എന്താണ്? അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് വിട്ടുപോയതാണ്. അവർ അള്ളാഹുവിനെ ആരാധിക്കാൻ തയ്യാറായാലോ അവരുടെ എല്ലാം സുരക്ഷിതമാണ്. وأبى الله سبحانه أن يقبل من مشرك عملا أو يقبل فيه شفاعة أو يستجيب له في الآخرة دعوة أو يقبل له فيها عثرة. الله سبحانه وتعالى ഈ കാരണം കൊണ്ട് അവരൊരു അമൽ സ്വീകരിക്കൂല, അവരുടെ ശുപാർശ സ്വീകരിക്കൂല. ദുനിയാവിലോ പരലോകത്തോ അവരുടെ ദഅവത്ത്, അവരുടെ
പ്രധാനമായും പരലോകത്ത് അവരുടെ ദുആഇന് ഒരു വിലയും ഉണ്ടാകില്ല. ഫൈനൽ മുശ്രിക അജ്ഹലുൽ ജാഹിലീൻ, മുശ്രിക്ക് വിഡ്ഢികളിൽ വെച്ച് ഏറ്റവും വലിയ വിഡ്ഢിയാണ്. ഹൈസു ജഅല ലഹു മിൻ ഖൽഖിഹി നിദ്ദൻ, കാരണം എന്താണ്? അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയിൽ നിന്ന് അവൻ അവന്റെ ഇലാഹിനെ തെരഞ്ഞെടുത്തു എന്നുള്ളത്. വദാലിക ഗായത്തുൽ ജഹ്ലി ബിഹി, അത് അങ്ങേയറ്റത്തെ ജഹലാണ്, അറിവുകേടാണ്. കമാ അന്ന ഗായത്തുൽ ദുൽമി മിൻഹു, അതുകൊണ്ട് തന്നെ അവനിൽ നിന്നുണ്ടാവുന്ന ദുൽമിന്റെ അങ്ങേയറ്റത്തെ ശിർക്ക് അവനിൽ നിന്നുണ്ടാകുന്നു. വൈൻ കാനൽ മുശ്രികു ലം യദ്ലിം റബ്ബഹു വഇന്നമാ ളമ നഫ്സഹു, ഒരു മുശ്രിക്കിനോടും അള്ളാഹു ദുൽമു ചെയ്യുന്നില്ല, അവൻ അവന്റെ സ്വന്തത്തിനോടാണ് ദുൽമു ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരിക്കേണ്ട, അത് മനസ്സിലായാൽ മാത്രമാണ് ബാക്കിയുള്ള തിന്മകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള പ്രേരണയും കാരണവും നമുക്കുണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ഈ തൗഹീദിനെതിരായിട്ടുള്ള ശിർക്ക് കടന്നുകൂടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്തൊരു വളരെ നമ്മുടെ നാടുകളിലെല്ലാം ചിന്തിക്കേണ്ട ഒരു ചോദ്യത്തിനുള്ള മസലയാണ് അടുത്ത് പറയുന്നത്. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ സ്വാഭാവികമായിട്ടൊരു മനുഷ്യന് തോന്നുക, ഒരു രാജാവിന്റെ അടുക്കലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഒരു ഇടനിലക്കാരനെ വെക്കുന്നതാണല്ലോ നല്ലത്. എന്നിട്ടും ആ ഇടനിലക്കാരെ വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു ശുപാർശകനെ വെക്കുന്നത്, അള്ളാഹുലേക്ക് വെക്കുന്നത് എന്തുകൊണ്ടാണ് ശിർക്കാകുന്നത് എന്നതാണ് അടുത്തൊരു ചർച്ച. ഇൻഷാ അല്ലാഹ് ശിർക്കിലേക്കുള്ള പ്രധാനപ്പെട്ട തുടക്കം അതാണ്. എന്നിട്ട് ശിർക്കിന്റെ ഓരോ ഇനങ്ങളും വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമുക്ക് അടുത്ത ദർസിൽ നോക്കാം. അള്ളാഹു തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.